Hello friends, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ അപ്പോൾ അതിന്റെ റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് നേരെ സെഷനിലേക്ക് തന്നെ പോവാം. ഓക്കെ, സോ വിച്ച് ക്രേനിയൽ നെർവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സെൻസ് ഓഫ് സ്മെൽ? അപ്പോൾ നമ്മുടെ സ്മെല്ലിംഗ് സെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് ഏതാണ്? നമുക്കറിയാം ക്രേനിയൽ നെർവ്സ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ സ്പൈനൽ നെർവ്സും ഉണ്ട് അല്ലേ. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് കൂടുതലും അറൈസ് ചെയ്യുക. അതേ സമയത്ത് സ്പൈനൽ നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഈച്ച് സൈഡിലേക്ക് പോകുന്ന നെർവ്സ് ആയിരിക്കും. സോ അപ്പോൾ ക്രേനിയൽ നെർവ്സ് എത്രയാണ് വരുന്നത്? ദെയർ ആർ 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് അല്ലേ. 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. സോ അപ്പോൾ അതുപോലെ തന്നെ സ്പൈനൽ നെർവ്സും ഉണ്ട് അല്ലേ. സോ സ്പൈനൽ നെർവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 31 പെയേഴ്സ് ആണ് വരുന്നത്. 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സും 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സും ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ക്രേനിയൽ നെർവ്സിൻ്റെ ആ ഒരു ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. സോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ എല്ലാ എക്സാംസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ക്രേനിയൽ നെർവ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അപ്പോൾ ക്രേനിയൽ നെർവ്സിൻ്റെ ഓർഡർ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ക്രേനിയൽ നെർവ് ഹെൽപ്സ് ഇൻ ദി സെൻസ് ഓഫ് സ്മെൽ, നമ്മുടെ സ്മെല്ലിംഗ് സെൻസിന്. അപ്പോൾ സിമ്പിളായിട്ട് ഓപ്ഷൻസ് ഓപ്റ്റിക് നെർവ് ഉണ്ട്, ഓൾഫാക്ടറി നെർവ്, വെസ്റ്റിബുലോ കോക്ലിയർ, അതുപോലെ ഒക്കുലോമോട്ടർസ്. അപ്പോൾ 4 ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? ഓൾഫാക്ടറി നെർവ് അല്ലേ. ഓൾഫാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾഫാക്ടറി നെർവ്. സോ അപ്പോൾ ഓൾഫാക്ടറി നെർവ് എന്ന് പറയുന്ന നെർവ് ആണ് നമുക്ക് എന്തിന്, സ്മെല്ലിംഗ് സെൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഫാക്ടറി എത്രാമത്തെ ക്രേനിയൽ നെർവ് ആണ് എന്ന് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്രേനിയൽ നെർവ് ആണ്. സോ അപ്പോൾ ഫസ്റ്റ് ക്രേനിയൽ നെർവ് ആണ് ഓൾഫാക്ടറി നെർവ് വിച്ച് ഹെൽപ്സ് ഇൻ സെൻസ് ഓഫ് സ്മെൽ. ഓക്കെ, നമ്മുടെ സ്മെല്ലിംഗ് സെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓൾഫാക്ടറി നെർവ് ആണ് ഫസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത്. സോ അപ്പോൾ സെക്കൻഡ് ഒപ്റ്റിക് ആണ്. സെക്കൻഡ് ഒപ്റ്റിക് നെർവ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് അവിടെ തന്നെ കറക്റ്റായിട്ട് ഒപ്റ്റിക് ആണ്. സോ അപ്പോൾ റിലേറ്റഡ് ടു ഐസ് ആണ്. സോ വിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നെർവ് ആണ് ഒപ്റ്റിക് നെർവ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റിബുലോ കോക്ലിയർ. വെസ്റ്റിബുലോ കോക്ലിയർ എന്ന് പറയുമ്പോൾ വെസ്റ്റിബുലർ അപ്പാരറ്റസും അതുപോലെ കോക്ലിയയും ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഇയറിലാണ് അല്ലേ. സോ അപ്പോൾ ഇയറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. സോ അപ്പോൾ ദാറ്റ് ഈസ് ദ 8th ക്രേനിയൽ നെർവ് ആണ് ഹിയറിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസിങ്ങിനും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഹിയറിങ്ങിനും അതുപോലെ ബാലൻസിങ്ങിനും ഇക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു നെർവ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ഓപ്ഷൻ ഒക്കുലോമോട്ടർ. ഒക്കുലോമോട്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ തേർഡ് ക്രേനിയൽ നെർവ് ആണ്. ഓക്കെ, തേർഡ് ക്രേനിയൽ നെർവ് ആണ്. ഒക്കുലോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നമുക്ക് അറിയാം എന്താണ്, ഐസ് ആണ്. സോ അപ്പോൾ ഒക്കുലോ മോട്ടർ, അപ്പോൾ ഐസിൻ്റെ മൂവ്മെൻറ്റ്, അപ്പോൾ ഐബോൾസിൻ്റെ മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ്, സോറി ക്രേനിയൽ നെർവ് ആണ് ഏതെന്ന് പറയുന്നത്, ഒക്കുലോമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് ക്ലിയർ ആയി. സോ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഒപ്റ്റിക് നെർവ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ, ഓൾഫാക്ടറി നെർവ് ഫോർ സ്മെൽ, വെസ്റ്റിബുലോ കോക്ലിയർ എന്ന് പറയുമ്പം ഹിയറിംഗ് ആൻഡ് ബാലൻസിനാണ്, അതുപോലെ ഒക്കുലോമോട്ടർ എന്ന് പറയുമ്പോൾ ഐ മൂവ്മെൻറ്റ്സിനാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുമ്പോൾ ഓൾഫാക്ടറി, ഫസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുമ്പോൾ ഓൾഫാക്ടറി, സെക്കൻഡ് ഒപ്റ്റിക്, third oculomotor, fourth trochlear, fifth trigeminal, sixth abducen, seventh facial, eighth vestibulocochlear, ninth glossopharyngeal, 10th vagus, 11th accessories, അല്ലോ സ്പൈനൽ accessory എന്ന് പറയാം, ആൻഡ് 12th എന്ന് പറയുമ്പോൾ ഹൈപ്പോഗ്ലോസൽ നെർവ്സ്. അപ്പോൾ ഇത്രയാണ് 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓൾഫാക്ടറി നമ്മൾ പഠിച്ചു എന്താണ്, സ്മെല്ലാണ്, ഒപ്റ്റിക് വിഷൻ, അതുപോലെ ഒക്കുലോമോട്ടർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഐ മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ട്രോക്ലിയർ എന്ന് പറയുമ്പോൾ എന്താണ്, മൂവ്സ് എന്താണ് ഐസ് ടുവേർഡ്സ് ദ നോസ്, നമുക്കിങ്ങനെ മൂക്കിന് ടുവേർഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു വിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രോക്ലിയർ. ട്രൈജമിനൽ എന്ന് പറയുമ്പോൾ ഫേസിൻ്റെ സെൻസേഷനും മാസ്റ്റിഗേഷനും, മാസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ച്യൂയിങ് മോഷൻ, അതിനെയാണ് മാസ്റ്റിഗേഷൻ എന്ന് പറയുക. സോ അപ്പോൾ ഫേസിലെ സെൻസേഷൻസ് അറിയാനും അതുപോലെ മാസ്റ്റിഗേഷനും ഹെൽപ്പ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് ഏതാണ്, ട്രൈജമിനൽ ആണ്. ആൻഡ് അബ്ഡ്യൂസൻസ് നെർവ് എന്ന് പറയുമ്പോൾ അബ്ഡെക്സ് ദൈ, അപ്പോൾ ടുവേർഡ്സ് ദ നോസ് നമ്മൾ നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ട്രോക്ലിയർ നെർവ് ആണ്. അതുപോലെ അബ്ഡക്റ്റ് ചെയ്യാൻ, നമ്മൾ അവേ ഫ്രം ദി നോസ് പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, അബ്ഡ്യൂസൻസ് നെർവ് ആണ്. നെക്സ്റ്റ് ഫേഷ്യൽ നെർവ്. ഫേഷ്യൽ നെർവ് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷനും അതുപോലെ ടേസ്റ്റിനും. ഓക്കെ, നെക്സ്റ്റ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹിയറിങ്ങും ബാലൻസും ആണ്. ഗ്ലോസോഫറിഞ്ചിയൽ ടേസ്റ്റിനും ഗാഗ് റിഫ്ലെക്സിനുമാണ്. അതുപോലെ വേഗസ് എന്ന് പറയുമ്പോൾ ഗാഗ് റിഫ്ലെക്സ് ഉണ്ട്, അതുപോലെ പാരാസിമ്പത്തറ്റിക് ഇന്നോവേഷൻസ് ഉണ്ട്. വൺ സ്പെഷ്യാലിറ്റി അബൌട്ട് ദിസ് വേഗസ് നെർവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ക്രേനിയൽ നെർവ്. ഏറ്റവും ലോങ്ങസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണ്, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള
വേഗസ് നെർവ് ക്രീനിയൽ നെർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗസ് നെർവ്, ദാറ്റ് ഈസ് ദ 10th ക്രീനിയൽ നെർവ് എന്ന് ഓർക്കുക. അതുപോലെ ഏറ്റവും ലാർജസ്റ്റ് തിക്കർ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5th ക്രീനിയൽ നെർവ് ആണ്, ട്രൈജമിനൽ നെർവ് ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് സ്പൈനൽ ആക്സസറി. സ്പൈനൽ ആക്സസറി എന്ന് പറയുമ്പോൾ ഷോൾഡർ ഷ്രഗിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഷോൾഡറിന്റെ ഷ്രഗിങ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ക്രീനിയൽ നെർവ് ആണ് ആക്സസറി നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷ്രഗിങ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രപ്പീസിയസ് ആണ്, ട്രപ്പീസിയസ് മസിലാണ്. അപ്പോൾ ട്രപ്പീസിയസ് മസിലിന്റെ എന്താണ് ഇന്നോവേറ്റ് ചെയ്യുന്ന ക്രീനിയൽ നെർവ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്സസറി നെർവ്, 11th ക്രീനിയൽ നെർവ് ആണെന്ന് ഓർക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് 12th നെർവ് എന്ന് പറയുമ്പോൾ ഹൈപ്പോഗ്ലോസൽ നെർവ്. ഹൈപ്പോഗ്ലോസൽ നെർവ് എന്ന് പറയുമ്പോൾ അത് സ്വാലോയിങ്ങിനും സ്പീച്ചിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. സോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ക്രീനിയൽ നെർവ്സ് എന്ന് പറയുമ്പോൾ ഏത് നെർവാണ്, വെദർ ഇറ്റ് ഈസ് എ സെൻസറി നെർവ്, വെദർ ഇറ്റ് ഈസ് എ മോട്ടോർ നെർവ് ഓർ എന്താണ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ഫംഗ്ഷൻസ് വരുന്നുണ്ടോ ക്രീനിയൽ നെർവ്സിന് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. സോ അപ്പോൾ സെൻസറി നെർവ്സ് എന്ന് പറയുമ്പോൾ ഓൺലി സെൻസറി ഫംഗ്ഷൻ, സെൻസറി ഇമ്പൾസസ് മാത്രമായിരിക്കും അവർ ക്യാരി ചെയ്യുന്നത്. അതേസമയത്ത് മോട്ടോർ ഇമ്പൾസസ് മാത്രം ക്യാരി ചെയ്യുന്നവരെ മോട്ടോർ നെർവ്സ് എന്ന് വിളിക്കാം. രണ്ടും സെൻസറി ഫംഗ്ഷൻസും ഉണ്ട് മോട്ടോർ ഫംഗ്ഷൻസും ഉള്ളവരെ നമ്മൾ മിക്സഡ് നെർവ്സ് അല്ലെങ്കിൽ ബോത്ത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ സെൻസറി നെർവ്സ് ഏതൊക്കെയാണ്? 1, 2 and 8. ഓക്കെ, 1, 2 and 8, അതായത് ഓൾഫാക്ടറി, ഒപ്റ്റിക് ആൻഡ് വെസ്റ്റിബുലോ കോക്ലിയർ. ഇത്രയാണ് നമുക്ക് സെൻസറി, ഓൺലി സെൻസറി, പ്യോർലി സെൻസറി എന്ന് പറയുന്നത് 1, 2, 8. ആ ഒരു നമ്പർ ഓർത്ത് വെക്കുക, 1, 2 and 8. ഓക്കെ, സോ അപ്പോൾ ഒപ്റ്റിക്, ഓൾഫാക്ടറി, ഒപ്റ്റിക് ആൻഡ് വെസ്റ്റിബുലോ കോക്ലിയർ. നെക്സ്റ്റ് മോട്ടോർ ഫംഗ്ഷൻസ് വരുന്നത് ഒക്കുലോ മോട്ടാർ, ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ട്രോക്ലിയർ, അബ്ഡ്യൂസൻസ്, അതുപോലെ 11th and 12th ആക്സസറിയും ഹൈപ്പോഗ്ലോസലും. ഓക്കെ, സോ അപ്പോൾ ഒക്കുലോമോട്ടർ, ട്രോക്ലിയർ, അബ്ഡ്യൂസൻസ് ആൻഡ് എന്താണ് ആക്സസറി ആൻഡ് ഹൈപ്പോഗ്ലോസൽ, ഇത്രയും നമുക്ക് മോട്ടോർ ഫങ്ഷൻസ് ഉള്ള ക്രീനിയൽ നെർവ്സ് ആണ്. അതായത് 3, 4, 6, 11 and 12, 3, 4, 6, 11 and 12 ഇത്രയും എന്താണ് മോട്ടോർ നെർവ്സ് ആണ്. 1, 2, 8 എന്ന് പറയുന്നത് സെൻസറി ആണ്, 3, 4, 6, 11 and 12 ഏതാണ് പ്യോർലി മോട്ടർ ആണ്. അപ്പോൾ ബോത്ത് മിക്സഡ് നെർവ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ട്രൈജമിനൽ, ഫിഫ്ത്ത് ക്രീനിയൽ നെർവ് ഉണ്ട്, അതുപോലെ 7th ക്രീനിയൽ നെർവ്, 9th and 10th. ഓക്കെ, സോ അപ്പോൾ 5th, 7th, 9th, 10th ഇത് ഇത്രയും മിക്സഡ് നെർവ്സ് ആണ്. ദേ ഹാവ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ഫങ്ഷൻസ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻസ് എന്നാണ്. സ്പ്ലീൻ ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ്, ഹെപ്പാറ്റോ പാൻക്രിയാസ്. അപ്പോൾ ഇതിലേതാണ് ലാർജസ്റ്റ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ലിവർ ആണ് എന്ന് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ലാർജസ്റ്റ് ലിവർ ആണ്, അപ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് വരാം. പക്ഷേ നെവർ, ലിവർ തന്നെയാണ് കേട്ടോ ആൻസർ. സോ അപ്പോൾ ലിവർ ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാലും നമുക്ക് എന്താണ് വരുന്നത്? ലിവർ തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ലിവറിൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത്? ആവറേജ് എന്ന് പറയുന്നത് 1.2 to 1.5 kg ആണ് നമുക്കൊരു അഡൽട്ട് ഹ്യൂമന് വരുന്ന ആവറേജ് വെയിറ്റ് ഓഫ് ദി ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാലും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാലും ലാർജസ്റ്റ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാലും നമുക്ക് ലിവർ തന്നെയാണ് ആൻസർ വരുന്നത്. അതായത് ജനറലി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്കിൻ ആണ്. ഓക്കെ, നോട്ട് ദി ലിവർ. ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലിവർ പറയാൻ പറ്റും. പക്ഷേ ലാർജസ്റ്റ് ഓർഗൻ ഏതാണ് എന്ന് ജനറൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് സ്കിൻ ആണ്. ഓക്കെ, ബിക്കോസ് സ്കിൻ ഒരു ഓർഗൻ ആണോ എന്ന് നമുക്ക് തോന്നാം. യെസ്, സ്കിൻ ഒരു ഓർഗൻ ആണ് അല്ലേ. ഏത് ഓർഗൻ ആണ്? സെൻസ് ഓർഗൻ ആണ്. സോ അപ്പോൾ സ്കിൻ ഈസ് എ സെൻസ് ഓർഗൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ അപ്പോൾ സ്കിൻ ആണ് ഏറ്റവും വലിയ ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. അതായത് ഇന്റേണൽ ഓർഗൻ അല്ലെങ്കിൽ ഗ്ലാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലിവർ. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 1.2 to 1.5 kg ആണ് ഇൻ എൻ അഡൽട്ട് ഹ്യൂമൻ. അതുപോലെ തന്നെ ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലിവറിൻ്റെ ഫംഗ്ഷൻ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ ആ ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് വിച്ച് ഈസ് സെക്രീറ്റഡ് ഫ്രം ലിവർ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബൈലാണ്. സോ അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ബൈൽ ലിവറിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. നോട്ട് ദി ഗോൾ ബ്ലാഡർ. അപ്പോൾ ഗോൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ അല്ല ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുക. ആരാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലിവറാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രൊഡ്യൂസ് ചെയ്ത ബൈലിനെ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യ സമയത്ത് റിലീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റോറേജ് ഓർഗൻ മാത്രമാണ് ഗോൾ ബ്ലാഡർ. ഓക്കെ അല്ലേ?
So next question നമ്മൾ നോക്കാം. The first menstrual flow begins at puberty and it is termed as. അപ്പോൾ the first menstrual flow, അപ്പോൾ നമ്മൾ puberty attend ചെയ്യുന്ന സമയത്ത് ആ ഒരു pubertal age ഗ്രൂപ്പിൽ menstrual flow begin ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേര് എന്താണ്? ഓപ്ഷൻസിൽ നമുക്ക് menarche, menopause, menostart, none of these എന്നാണ് ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് menarche. menarche എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇനിഷ്യേഷൻ ഓഫ് ദി മെൻസ്ട്രൽ ഫ്ലോ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് ദി മെൻസ്ട്രൽ ഫ്ലോ അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഏജ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, പ്യൂബർട്ടി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെൻസ്ട്രൽ ഫ്ലോ ബിഗിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെനാർക്കെ എന്ന് വിളിക്കുക. അതേ സമയത്ത് മെനോപോസ് ആണ്. മെനോപോസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പോസ് വരെയാണ്, ഒരു സ്റ്റോപ്പാണ്. ഓക്കെ, സോ അപ്പോൾ മെനോപോസ്, മെൻസ്ട്രൽ ഫ്ലോ സീസ് ആവുന്ന ആ ഒരു പ്രോസസ്സ് അറൌണ്ട് 45-50 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇൻ ഫീമെയിൽസ് ആ ഒരു മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെനോപോസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ മെനാർക്കെ അറ്റൻഡ് ചെയ്യുന്ന കോമൺ ഏജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 11 to 12 years, 11 അല്ല, ഒരു 9 to 12 നമുക്കിപ്പോൾ പറയാൻ പറ്റും. സോ അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പാണ് മെനാർക്കെ. ആൻഡ് ഇൻ ബിറ്റ്വീൻ 12 to 50, അറൌണ്ട് 50 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവർ മെനോപോസൽ ഏജ് ആണ്. സോ അപ്പോൾ 50+ ആണ് നമുക്ക് കോമൺ ആയിട്ട്. ഇറ്റ് വിൽ വേരി, ഓരോ ആൾക്കാർക്കും വേരി ആവും, പക്ഷെ ഒരു ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്ന സമയത്ത് വിച്ച് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്? അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ നെഫ്രോൺസ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്, അതുപോലെ നെർവ് ഫൈബേഴ്സ് ഉണ്ട്. സോ അപ്പോൾ നെഫ്രോൺസ് ആണ് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ നെഫ്രോൺസ് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി എന്ന് നമുക്കറിയാം. സോ അപ്പോൾ ന്യൂറോൺസ് എന്ന് പറയുന്നതോ സെക്കൻഡ് ഓപ്ഷൻ ന്യൂറോൺ ആണ്. ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് അല്ലേ? ബ്രെയിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോൺസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് പറഞ്ഞു. നെഫ്രോണിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഒരു ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, ഗ്ലമറുലസ് ഉണ്ട്, ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, ലൂപ്പ് ഓഫ് ഹെൻലെ ഉണ്ട്, അസെൻഡിങ് ലിംബ് ഉണ്ട്, കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു നെഫ്രോണിൻ്റെ എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നെഫ്രോൺ ഈസ് ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പോകുന്ന സമയത്ത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ട് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ ഇലിയം ഉണ്ട്, ജജുനം, ഡോഡിനം ആൻഡ് അപ്പൻഡിക്സ്. സോ അപ്പോൾ ഇതിൽ ഏതാണ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ഡോഡിനം എന്നുള്ളത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അപ്പോൾ നമുക്കറിയാം ഏതാണ്? ഡിയോഡിനം, ജജുനം, ഇലിയം. ഇലിയം ആണ്, ദാറ്റ് ഈസ് ദ ടെർമിനൽ പോർഷൻ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലേ? നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 3 പാർട്സ് ആണുള്ളത്: ഡോഡിനം, ജജുനം, ഇലിയം. സോ അപ്പോൾ ഡിയോഡിനം ആണ് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ജജുനം ആണ്, തേർഡ് പാർട്ടാണ് ഇലിയം. സോ അപ്പോൾ ഇലിയം ഈസ് ദി റൈറ്റ് ആൻസർ. സോ അപ്പോൾ നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാസ് 3 പാർട്സ് അല്ലേ? ഡിയോഡിനം ആണ് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ജജുനം ആൻഡ് തേർഡ് പാർട്ട് ഇലിയം ആണ്. സോ അപ്പോൾ ഇലിയം ഈസ് ദി ടെർമിനൽ പോർഷൻ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ളത് നമുക്കറിയാം. സോ അപ്പോൾ ഹിയർ യു ക്യാൻ സീ അല്ലേ? സോ ഇത് ഈസോഫേഗസ് ആണ്. ഈസോഫേഗസ് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ദ കാർഡിയാക് സ്പിങ്ചർ അല്ലെങ്കിൽ ലോവർ ഈസോഫേജിയൽ സ്പിങ്ചർ എന്ന് നമുക്ക് പറയാം. അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഹാർട്ടിൻ്റെ സ്റ്റമക്കിൻ്റെ കാർഡിയാക് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടുന്ന് ആൻട്രം ഓഫ് ദി സ്റ്റമക്ക് ആണ്, ബോഡി ഓഫ് ദി സ്റ്റമക്ക് ആൻഡ് പൈലോറസ്. സോ അപ്പോൾ ഈ ഒരു കർവ്ഡ് പോർഷൻ ഓഫ് സ്റ്റമക്കിന് നമ്മൾ ആൻട്രം എന്നാണ് വിളിക്കുക. പിന്നെ ഉള്ളത് ബോഡി ഓഫ് ദി സ്റ്റമക്ക് ആൻഡ് ദിസ് പോർഷൻ ഈസ് കോൾഡ് ടെർമിനൽ പോർഷൻ ഓഫ് ദി സ്റ്റമക്ക്. അതിന് നമ്മൾ എന്ത് വിളിക്കും? പൈലോറസ് എന്ന് വിളിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വരുന്ന സ്പിങ്ചർ ആണ് പൈലോറിക് സ്പിങ്ചർ. അപ്പോൾ പൈലോറിക് സ്പിങ്ചർ കഴിഞ്ഞ് ആ ഒരു ഫുഡ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് എൻറ്റേഴ്സ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ത്രൂ ഏതാണ്? പൈലോറിക് സ്പിങ്ചർ. സോ അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫസ്റ്റ് പോർഷൻ ഈ ഒരു ഇത്രയും കളേർഡ് ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിയോഡിനം. സോ അപ്പോൾ ഡിയോഡിനത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ഡിയോഡിനത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡിയോഡിനത്തിനെ തന്നെ നമ്മൾ അഗെയിൻ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം, ഈ ഒരു കർവേച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം ആണ്. ഈ ഒരു പോർഷൻ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം ആൻഡ് ദിസ് ഇസ് ദ തേർഡ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം, സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം ആൻഡ് തേർഡ് പാർട്ട് ഓഫ് ദി ഡിയോഡിനം. ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഡിയോഡിനത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഓപ്പൺ ആവുന്നതാണ് ഓർക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ആണ് ജജുനം. സോ അപ്പോൾ ഫസ്റ്റ് പോർഷൻ ഡിയോഡിനം ആണ്, അതിന് 3 പാർട്ട് ഉണ്ട്. നെക്സ്റ്റ് ജജുനം ആണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന പോർഷൻ ആണ് ഇലിയം. ഓക്കെ, സോ അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ബ്രോഡർ പോർഷൻ ദാറ്റ് ഈസ് ദി
ഫസ്റ്റ് പോർഷൻ ഓഫ് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ ആണ് ഈ കാണുന്ന ബ്രോഡർ ആയിട്ടുള്ള ഏരിയ. ദാറ്റ് ഇസ് കോൾഡ് സീക്കം. ഓക്കെ, സീക്കം. അപ്പോൾ സീക്കത്തിൻ്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ നിന്ന് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഒരു വേം ലൈക്ക് എക്സ്റ്റൻഷൻ പോകുന്നുണ്ട്. സോ അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അപ്പൻഡിക്സ്, വേർമിഫോം അപ്പൻഡിക്സ് എന്ന് വിളിക്കുക. പിന്നെയുള്ളത് കോളൻ ആണ്. കോളനിൽ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ ഉണ്ട്. പിന്നെ റെക്ടം ആൻഡ് ഏനസ്. സോ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്സിൽ വരുന്നത്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അപ്പോൾ ഡിയോഡനം, ജജനം ആൻഡ് ഇലിയം. നമ്മുടെ ക്വസ്റ്റ്യൻ ദ ടെർമിനൽ പോർഷൻ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഏതാണ്? ഇലിയം ആണ്. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അബൌട്ട് 6 മീറ്റർ. ഓക്കെ, 6 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ അപ്പോൾ അത് ഓർക്കുക. സോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ദ സ്പൈനൽ കോഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. സ്പൈനൽ കോഡ് എന്ത് ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നെർവസ് ടിഷ്യൂ ആണോ, കാർഡിയാക് മസിൽസ് ആണോ, സ്മൂത്ത് മസിൽസ് ആണോ, സ്ട്രൈറ്റഡ് മസിൽ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ, നെർവസ് ടിഷ്യൂ ആണ്. നമുക്കറിയാം സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ നെർവസ് ബ്രെയിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് അല്ലേ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് വരുന്നതാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്സ്. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നെർവസ് ടിഷ്യൂ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, സോ സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, പിന്നെ ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ മിഡ് ബ്രെയിൻ പോൺസ് ആൻഡ് മെഡുല്ലയും കൂടിയിട്ടാണ് ബ്രെയിൻ സ്റ്റെം ഫോം ചെയ്യുന്ന ആ ഒരു ലോവർ പോർഷൻ ഓഫ് ദി ബ്രെയിൻ സ്റ്റെം മെഡുല്ലയാണ്. മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് എന്ത് വരുന്നത്? സ്പൈനൽ കോഡ്സ്. ഹിയർ യു ക്യാൻ സി അല്ലേ, ബ്രെയിൻ എന്ന് പറയുമ്പോൾ സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ദ ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ബ്രെയിനിൽ മേജർ പോർഷൻ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. അതിന് താഴെ വരുന്ന ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന പോർഷനാണ് സെറിബെല്ലം. നെക്സ്റ്റ് അതിന് താഴെ വരുന്ന ഈ ഒരു പോർഷനാണ് ബ്രെയിൻ സ്റ്റെം. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ഉണ്ട്. മെഡുല്ലയുടെ ലോവർ പോർഷനാണ് സ്പൈനൽ കോഡായിട്ട് താഴേക്ക് എക്സ്റ്റെൻഡ് ആവുന്നത് നമുക്കറിയാം. സോ അപ്പോൾ ഈ ഒരു നെർവസ് ടിഷ്യൂവിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമുക്കൊരു ചെറിയ വ്യത്യാസം എവിടെ വരുന്നുണ്ട്? ബ്രെയിനിലും സ്പൈനൽ കോഡിലുമായിട്ട് വരുന്നുണ്ട്. അതായത് ബ്രെയിനിൻ്റെ ഔട്ട്സൈഡിൽ വരുന്നത് ഗ്രേ മാറ്ററും ഇൻസൈഡിൽ വൈറ്റ് മാറ്ററാണ്. അതേപോലെ സ്പൈനൽ കോഡിലാണെങ്കിൽ ഔട്ട്സൈഡിൽ വൈറ്റ് മാറ്ററും ഇൻസൈഡിലാണ് ഗ്രേ മാറ്റർ വരുന്നത്. ആ ഒരു ഓപ്പോസിറ്റ്, എൻറ്റയർലി ഓപ്പോസിറ്റ്, വൈസ് വേഴ്സയാണ് വരുന്നത് കേട്ടോ. സോ അപ്പോൾ ബ്രെയിനിൽ വരുന്നത് ഔട്ടർ ഗ്രേ മാറ്ററും ഇന്നർ വൈറ്റ് മാറ്ററും. സ്പൈനൽ കോഡ് ആണെങ്കിൽ ഔട്ടർ വൈറ്റ് മാറ്ററും ഇന്നർ ഗ്രേ മാറ്ററും ആണ്. അതും ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ റെഗുലേഷൻ സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി വിച്ച് പാർട്ട് ഓഫ് ദി ബ്രെയിൻ? അപ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ സെൻറ്റർ ബ്രെയിനിൻ്റെ ഏത് പാർട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസിൽ സെറിബെല്ലം, തലാമസ്, സെറിബ്രം, ഹൈപ്പോതലാമസ്. അപ്പോൾ നമുക്കതിൽ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് അറിയാം അല്ലേ, ഏതാണ്? ഹൈപ്പോതലാമസ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ ഹീറ്റ് ഗെയിൻ സെൻറ്ററും ഹീറ്റ് ലോസ് സെൻറ്ററും ഉണ്ട്. സോ അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് നമുക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ദിസ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ നോർമലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അതിൻ്റെ ആൻസർ മാത്രം വായിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 10 പോയിന്റ് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ അറിവ് എന്ന് പറയുന്നത് കുറേ അധികമാണ്. അതായത് ആ ഒരു പോർഷൻ ഇപ്പോൾ എന്താണ് കണ്ടക്ഷൻ സിസ്റ്റം ആണെങ്കിൽ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു അല്ലേ. സോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ അധികം പോർഷൻസ് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എല്ലാം അറിയാവുന്ന പോർഷൻസ് ആണ് ഇതൊക്കെ അല്ലേ. അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ എന്തായിരുന്നു ബൂസ്റ്റപ്പ് ചെയ്ത് എടുക്കുന്നു അല്ലെങ്കിൽ ഓർത്തോർത്ത് എടുക്കുന്നു, റീകോൾ ചെയ്യുന്നു, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ ടെൻഷൻസ് ഒന്നും വേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എന്താണ് നഴ്സിംഗ് ഓഫീസർ പൊസിഷനിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന വിഷയമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.